എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഡിസംബർ 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയും അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് വേണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരൊക്കെയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അഡ്മിഷൻ എപ്പോഴാണ്, അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ഏത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക, അതുപോലെ അഡ്മിഷന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇതുപോലുള്ള വിദ്യാർത്ഥികൾക്കുള്ള എല്ലാവിധ സംശയങ്ങളും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടി, അങ്ങനെയെങ്കിൽ ഫസ്റ്റ് കിട്ടിയ കോളേജിലേക്ക് അഡ്മിഷൻ നേടാൻ പറ്റുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആരൊക്കെയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ LBS വെബ്സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ യുവർ അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഇവിടെ പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, സൈഡിലായിട്ട് നിങ്ങൾക്ക് മെനു ബാർ കാണാം. അതായത് ഇവിടെ ചുവപ്പ് കളറിൽ 3 ലൈൻസ് കാണാം. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള പേജിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് ഏത് അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതായത് ഫസ്റ്റിലും കിട്ടിയിട്ടില്ല, സെക്കൻഡിലും കിട്ടിയിട്ടില്ല എങ്കിൽ ഇവിടെ നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ സാധിക്കുക. അങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, അതായത് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു കോളേജിൽ 3 കോഴ്സുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയായിരിക്കും കാണാൻ പറ്റുക. അതായത് അലോട്ട്മെൻറ്റ് നമ്പർ 1 എന്നായിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ റിസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ഒരു കോളേജ് കിട്ടിയിട്ടില്ല, എന്നാൽ ഫസ്റ്റിൽ കിട്ടിയിട്ടുള്ള കോളേജ് മാത്രമാണ് അവിടെയുള്ളത്. അതുപോലെ തന്നെ ഇവിടെ റിസിപ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വിദ്യാർത്ഥി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. റിസിപ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ഇനി ആരൊക്കെയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത്. അപ്പോൾ ഇവിടെ അലോട്ട്മെൻറ്റ് നമ്പർ 2 എന്നാണ് ഉണ്ടാവുക. 2 എന്നും അതുപോലെ തന്നെ ഇന്നത്തെ ഡേറ്റും അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ നമ്പർ എത്രാമതായിട്ടാണ് കിട്ടിയത്, ഏത് കോളേജിലാണ്, ഏത് കോഴ്സിലാണ്, ഏത് കോട്ടയിലാണ് എന്നിങ്ങനെ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ആയിട്ട് റെസിപ്റ്റിന് പകരമായിട്ട് മെയ്ക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെ മെയ്ക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു കോളേജിൽ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ മെയ്ക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതുകൊണ്ട് റെസിപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഉണ്ടാവുക. അങ്ങനെ റെസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ മാത്രമുള്ള വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അതേസമയം നിങ്ങൾക്ക് മെയ്ക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ, അതായത് ആദ്യമായിട്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളതെങ്കിൽ മെയ്ക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ മെയ്ക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് വരുന്ന പേജിൽ ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് ഫെഡറൽ ബാങ്കിൻ്റെ ചലാൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡീഫോൾട്ടായിട്ട് സെലക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പ്രിൻറ്റ് ചലാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ചലാൻ്റെ ആ ഒരു PDF നിങ്ങൾ എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് UPI, നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിവയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ, അതായത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു എന്താണ് നിങ്ങൾ സെലക്ട് ചെയ്തത്, UPI ആണെങ്കിൽ UPI ID കൊടുത്ത് അതിൻ്റെ ബാക്കി സ്റ്റെപ്പ് പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഫസ്റ്റിലും കിട്ടിയിട്ടുണ്ട്, അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെസിപ്റ്റ് എന്ന് തന്നെയായിരിക്കും ഉണ്ടാവുക, മെയ്ക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റിൽ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തത് കൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ആദ്യം കിട്ടിയിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജ് ആയിരിക്കും. അതുപോലെ രണ്ടാമത് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസ് കോളേജ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ സെൽഫ് ഫിനാൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് ആദ്യം കിട്ടിയത് ഗവൺമെൻറ് കോളേജാണ്, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളത് സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഗവൺമെൻറ്റിലാണെങ്കിൽ ഏകദേശം 5240 രൂപയാണ് വരിക, സെൽഫ് ഫിനാൻസ് കോളേജിലാണെങ്കിൽ 10,000 രൂപയാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മെയ്ക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ബാക്കിയുള്ള ബാലൻസ് തുക എത്രയാണ് എന്നുള്ളത് ആ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ അതിൽ കാണിക്കും എത്ര രൂപയാണ് ബാലൻസ് ആയിട്ട് അടക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ഒരു പൈസ നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ അടക്കാവുന്നതാണ്.
നിങ്ങൾക്ക് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് ഈ ഒരു പേജിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും നടത്തേണ്ടതില്ല എന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് ഇതുപോലെയാണ് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കാണുന്നത്. അതായത് അലോട്ട്മെൻറ്റ് നമ്പർ 1 എന്ന് മാത്രമാണുള്ളത്. അതുപോലെ തന്നെ റെസിപ്റ്റ് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷനിൽ, അതായത് ഈ ഒരു ഫസ്റ്റിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക്, ആ ഒരു ഹയർ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിലേക്ക്, അതായത് ആ ഒരു കോളേജിലേക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. അതേസമയം ഹയർ ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്തു, ഇനി ഈ ഒരു ഓപ്ഷൻസ് മാത്രമാണ്, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് മാത്രമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ആ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് വേറൊരു കോളേജിൽ കിട്ടി, വേറൊരു കോഴ്സും കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് കരുതുക. ഇപ്പോൾ 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 5ാമത്തെ ഓപ്ഷനിലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് 3ാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടി. അപ്പോൾ ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് ആ ഒരു മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച അടച്ച പൈസ ഈ ഒരു പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് ആ ഒരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നീട് നിങ്ങൾക്ക് ഫസ്റ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് ഓൾറെഡി വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് കിട്ടിയുള്ള സീറ്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വിദ്യാർത്ഥികൾക്ക് അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടി. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് 5ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് 3ാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യം കിട്ടിയുള്ള ആ ഒരു കോളേജിൽ നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് കിട്ടിയുള്ള കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യും. പുതിയൊരു കോളേജ് കിട്ടുന്ന സമയത്ത് ആദ്യം കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആദ്യം കിട്ടിയ കോളേജിൽ നിങ്ങൾക്ക് ഇപ്പോൾ, അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നീട് നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ആ ഒരു കോളേജ് ഓപ്ഷൻ നൽകിക്കൊണ്ട് പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രം പിന്നീട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി ഈ ഒരു കാര്യം വിദ്യാർത്ഥികളോട് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹയർ ഓപ്ഷൻസ് താല്പര്യമില്ലെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിലും അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനില്ല, റെസിപ്റ്റ് മാത്രം ആണ് എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് വീണ്ടും ഫീ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ അറേഞ്ച്മെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ഹോം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓപ്ഷൻ അറേഞ്ച്മെൻറ്റ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ അറേഞ്ച് ഓപ്ഷൻ എന്നുള്ള ലിങ്ക് ആണ്. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതുതായിട്ട് ഒരു കോളേജിൽ 3 കോഴ്സുകൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മുത്തൂറ്റ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസിലാണ് ഈ ഒരു റെസ്പിറേറ്ററി ടെക്നോളജി, അതുപോലെ തന്നെ റേഡിയോ തെറാപ്പി, അതുപോലെ തന്നെ സ്റ്റെറൈൽ സപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ടുള്ള 3 കോഴ്സുകൾ വന്നിട്ടുള്ളത്. സെൽഫ് ഫിനാൻസ് കോളേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 27,500 രൂപയാണ് ഫീസ് സെൽഫ് ഫിനാൻസ് കോളേജിൽ വരിക. SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് 100 രൂപ മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിൽ 10,000 രൂപ സ്പെഷ്യൽ ഫീസ് കൂടി ഉണ്ടാകും. അതായത് ടോട്ടൽ 35,500 രൂപയും. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 100 രൂപ മാത്രവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 7,240 രൂപയും. അതുപോലെ DPharm ആണെങ്കിൽ 6,800 രൂപയും. ഈ ഒരു രീതിയിലാണ് ഫീസിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിൽ ആണെങ്കിൽ 10,000 രൂപ സ്പെഷ്യൽ ഫീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനോടൊപ്പം 25,500 രൂപയാണ് ഫീസ് വരിക. അതുപോലെ SC/ST വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാലും ആകെ 100 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷൻ നമ്പർ, ആ ഒരു ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ഈ ഒരു ബോക്സിൽ നമ്പർ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങളുടെ കണ്ടിന്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് നിങ്ങൾക്ക് ഓപ്ഷൻസിൻ്റെ ഇടയിലായിട്ട് ആഡ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് പുതുതായിട്ട് വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്നാമതായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ബോക്സിൽ 1 എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയുള്ള കോളേജ് നിങ്ങൾക്ക് അത് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജും കോഴ്സും വേണ്ട എന്ന് തോന്നുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹയർ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെട്ട 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ 5ാമത്തെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ റിമൂവ്
അതായത് ഈ ഒരു റിമൂവ് അല്ല, അഞ്ചാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് തന്നെ മതി, ഇനി മറ്റൊരു ഓപ്ഷൻ വേണ്ട എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ഇതിന് മുകളിലുള്ള 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുക. അതായത് നിങ്ങൾക്ക് കിട്ടിയുള്ളത് ഏത് ഓപ്ഷനാണോ അതിൽ ബാക്കി ഏതൊക്കെ ഓപ്ഷനുകൾ ഉണ്ട് അതിനാണ് ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ അത് പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല, ഇതിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷനുകളെ മാത്രമേ നിങ്ങൾക്ക് വേണ്ടാത്തത്, അതായത് മൂന്നാമത്തെ ഓപ്ഷനെ വേണ്ട എങ്കിൽ അതിനെ മാത്രമായിട്ടും റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഇളം പച്ച കളറിൽ കാണുന്നത് ഓൾറെഡി കൊടുത്തിട്ടുള്ള കോളേജാണ്. അതുപോലെ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ്, അതായത് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് മുഴുവനായിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ട് തന്നെ അടുത്ത അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജ് കോഴ്സുകൾ വേണ്ട എന്നാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷനുകളാണ് വേണ്ടാത്തത് അതിന് നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു വേണ്ടാത്ത ഓപ്ഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഏതൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ റിമൂവ് ചെയ്ത ശേഷം സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ നിങ്ങൾക്ക്, അതായത് ഫുൾ ഓപ്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ ഓപ്ഷൻ സെലക്റ്റഡ് എന്നും, അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ഓപ്ഷൻസ് മാത്രമാണ്, നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻ മാത്രമാണ് റിമൂവ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു ചേഞ്ചും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതും ആണ്. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനായിട്ടാണോ സെറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് നൽകാം. അതല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഓപ്ഷനെ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ആ സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കരുതുക. അതായത് 1, 2, 3, 4, 5 അഞ്ചാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് മാറ്റം വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക്, അതായത് നിങ്ങൾ ഇവിടെ അടച്ച ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതിയൊരു കോളേജിലേക്ക് ആ ഒരു പുതിയ കോളേജ് കിട്ടിയതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇനി അതേസമയം നിങ്ങൾക്ക് ഈ ഒരു ആദ്യം കിട്ടിയുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള ആ ഒരു കോളേജിൽ തന്നെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു വഴിയാണുള്ളത്. അത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ ഒരു കോളേജ് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഇനി അടുത്തത് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടി കോളേജിൽ നിന്നും NOC തരികയാണെങ്കിൽ ഈ ഒരു അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, തേർഡ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, എന്നാൽ സെക്കൻഡിലോ ഫസ്റ്റിലോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 5 ഓപ്ഷനാണ്, അഞ്ചാമത്തെ ഓപ്ഷനിലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളായിരിക്കും, കാരണം അഞ്ചാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക്, അതായത് ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ വേണ്ട എങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഹയർ ഓപ്ഷൻസ് ഇനി വേണ്ട എന്നാണെങ്കിൽ അതിന് മാത്രമായിട്ട് റിമൂവ്, അതായത് ആ ഒരു എല്ലാവിധ ഹയർ ഓപ്ഷനുകളും റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല, വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ വേറെ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയുള്ള സീറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാം, അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഏത് കോഴ്സിലാണോ കിട്ടിയത് ആ ഒരു കോഴ്സിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ, അതുപോലെ ആ ഒരു കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനി അതേസമയം ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് അല്ല, അടുത്ത അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് മാത്രമാണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഏത് കോളേജാണോ കിട്ടിയത് ആ ഒരു കോളേജിലാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും അതിനുശേഷം ഫസ്റ്റിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നതല്ല, കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണോ കിട്ടിയത് ആ ഒരു കോളേജിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുക. ഇനി അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജ് ജോയിനിങ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതും പറഞ്ഞു. അതുപോലെ ആരൊക്കെയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്മിഷനായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, നിങ്ങൾ ചലാൻ വഴിയാണ് അടച്ചതെങ്കിൽ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് മുറിച്ചിട്ട് ഒരു പകുതി ചലാൻ്റെ ബാക്കി ഭാഗം തന്നിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് SSLC അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടാണ്. +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതായത് PD കോട്ടയിൽ ഉള്ളവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് 3 മാസത്തെ വാലിഡിറ്റിക്കുള്ളിൽ ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു, അതായത് SC ST
OEC വിഭാഗത്തിലുള്ളവരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് വക സർവീസ് കോട്ടയിലാണ് അപ്ലൈ ചെയ്തതെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള റിലീവ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാവർക്കും ആവശ്യമുള്ളതല്ല. അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇത് എല്ലാവർക്കും ആവശ്യമുള്ളതല്ല. നിങ്ങൾ കേരളത്തിലാണ് +2 പഠിച്ചതെങ്കിൽ പ്രത്യേകിച്ച് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ഉള്ള വിദ്യാർത്ഥികൾ, അതുപോലെ സ്കോളർഷിപ്പിന് അർഹത ഉണ്ടാകാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അടുത്തത് വിദ്യാർത്ഥികൾക്ക് ഒരു വാക്സിനേഷൻ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുത്തുള്ള വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിന്നും മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സുമാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകിയപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുക്കുക. അതുപോലെ തന്നെ ഫീസ് എത്ര രൂപയാണോ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടത് ആ ഒരു ഫീസ് കൂടി എടുക്കുക. നിങ്ങൾ ഈ ഒരു അതായത് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ PTA ഫണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ബുക്ക്, യൂണിഫോം, അതുപോലെ ഹോസ്റ്റൽ വേണ്ടവർക്ക് അതിൻ്റെ ഫീസ് എന്നിവ മാത്രമാണ് എടുക്കേണ്ടതായിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് ഫീസൊന്നും ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ വരുന്നില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ഓരോ കോഴ്സ് അനുസരിച്ച് DPharm ആണ് എങ്കിൽ അതിന് ഏകദേശം 6,800 രൂപ, അതുപോലെ DHI ആണെങ്കിൽ അതിന് 5,200 സംതിങ് രൂപ, അതുപോലെ തന്നെ മറ്റ് കോഴ്സുകളാണെങ്കിൽ 7,240 രൂപ. ഇത്രയാണ് നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിനുശേഷം ഈ ഒരു കോളേജിൽ പ്രത്യേകിച്ച് PTA ഫണ്ടും, അതുപോലെ യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ എന്നിവയ്ക്ക് മാത്രമാണ് ഫീസ് വരുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയത് എങ്കിലാണ്. സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് ഈ ഒരു DHI കോഴ്സ് ആണെങ്കിൽ അതിന് 40,000 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ DPharm ആണ് എങ്കിൽ നിങ്ങൾക്ക് അതിന് ഏകദേശം ഫീസ് വരുന്നത്, അതായത് 40,000 രൂപ തന്നെയാണെന്നാണ് തോന്നുന്നത്. DPharmന് 40,000 എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫീ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ 27,500 രൂപ എടുക്കണം. അതുപോലെ തന്നെ ഫാർമസി ആണെങ്കിൽ 40,000 രൂപ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ആണെങ്കിൽ 7,240 രൂപ. അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾക്കൊക്കെ ഏകദേശം 27,500 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ആണെങ്കിൽ അതിന് 10,000 രൂപയാണ് ഫീസ് വരിക. അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ ഫീസ് വരുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ഈ ഒരു ഫീസ് തന്നെയാണ് അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ SC ST OEC വിഭാഗത്തിലും അതുപോലെ ഫീസ് ആനുകൂല്യമുള്ള വിഭാഗത്തിലും ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് പ്രത്യേകിച്ച് വേറെ ഫീസൊന്നുമില്ല. സാധാരണ കോമൺ ആയിട്ടുള്ള PTA ഫണ്ട്, അതുപോലെ തന്നെ ഈ ഒരു യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ ഫീസ് എന്നിവ മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് വരിക. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ